നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാൻ അബൂബക്കറിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ജാമ്യം നൽകേണ്ട സ്ഥിതിയില്ലെന്ന് നിരീക്ഷിച്ചാണ് കോടതി നടപടി. വീട്ടുതടങ്കൽ അനുവദിക്കണമെന്ന ആവശ്യവും സുപ്രീംകോടതി നിരസിച്ചു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. തൗഫീഖ്, എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയത്? സ്നേഹ, അബൂബക്കറിന്റെ ആരോഗ്യനില ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയിൽ ഇടക്കാല ജാമ്യത്തിനായി സമീപിച്ചത്. ഇതിനെ തുടർന്ന് കോടതി അദ്ദേഹത്തെ വിശദമായി എയിംസിൽ പരിശോധന നടത്താനും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകേണ്ട സ്ഥിതി ഇല്ല എന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അതേസമയം വീട്ടുതടങ്കൽ അനുവദിക്കണമെന്നൊരു ആവശ്യം കൂടി അബൂബക്കറിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിലവിൽ അതും അംഗീകരിക്കാൻ കോടതി തയ്യാറായിട്ടില്ല. പകരം ആരോഗ്യനില വഷളായാൽ വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി അബൂബക്കറിന്റെ അഭിഭാഷകനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി രോഗങ്ങൾക്ക് അദ്ദേഹം അടിമപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം അദ്ദേഹത്തിന് ഒരു തുടർ ചികിത്സ ആവശ്യമാണ്. അതിനെ ജയിൽ മോചനം ഉണ്ടായാൽ മാത്രമേ അദ്ദേഹത്തിന് ആ ചികിത്സ വിശദമായി തന്നെ പരിശോധിക്കാനും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂവെന്നുമായിരുന്നു കോടതിയിൽ അഭിഭാഷകൻ അറിയിച്ചത്. തുടർന്നായിരുന്നു ഡൽഹി എയിംസിൽ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് കോടതി നിർദ്ദേശം നൽകുകയും അദ്ദേഹത്തെ 4 ദിവസം എയിംസിൽ പ്രവേശിപ്പിച്ച് പരിശോധന നടത്തിയ ശേഷമാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കുകയും ഇത് പരിശോധിച്ചതിന് ശേഷമാണ് നിലവിൽ ജാമ്യം നൽകേണ്ട സ്ഥിതിയില്ല എന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ജയിലിൽ വെച്ച് ഏതെങ്കിലും തരത്തിൽ രോഗം വഷളാവുകയാണെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കുകയും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് കൂടി അബൂബക്കറിനെ കോടതി അറിയിച്ചിട്ടുണ്ട്. ശരി, തൗഫീഖ് അസ്ലം ഡൽഹിയിൽ.